أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വലാഖിലെ രണ്ടാമത്തെ സൂക്തത്തിൽ നിന്ന് അല്പവും മൂന്നാമത്തെ സൂക്തവുമാണ് പാരായണം ചെയ്തത്. അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. മൻ കാന, ആരെങ്കിലും ആയാൽ, യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായാൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനായാൽ, വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതുമായാൽ, യജ്അൽ ലഹു, അവൻ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും, മഖ്റജ, ഒരു രക്ഷാമാർഗം, പുറത്തേക്കുള്ള ഒരു വഴി. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. വയർസുഖുഹു, അവനെ അവൻ ഭക്ഷിപ്പിക്കും, മിൻ ഹൈസു, വഴിയിലൂടെ, ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഭാഗത്തുകൂടെ. വമൻ യതവക്കൽ അലല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഫഹുവ ഹസ്ബുഹു, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ബാലിഗു അംരിഹി, അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. ഖദ് ജഅലല്ലാഹു, തീർച്ചയായും അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, ലികുല്ലി ശൈഇൻ, എല്ലാറ്റിനും, ഖദ്റ, ഒരു കണക്ക്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റ, അള്ളാഹു എല്ലാറ്റിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണവും ജീവിത രീതിയുമൊക്കെ എപ്പോഴും ഒരു പ്രശ്നമാണ്. എത്ര അധ്വാനിച്ചാലും മതിയാവില്ല, എങ്ങനെ അധ്വാനിച്ചാലും തികയുന്നില്ല. ഇനി നമുക്ക് വേണ്ടി അധ്വാനിച്ചാലും മതിയാകയില്ല, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയും കൂടി അധ്വാനിക്കേണ്ടതില്ലേ എന്നൊക്കെ ഒരു വിചാരം അവനെ പലപ്പോഴും കീഴ്പ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ മനുഷ്യന് സാധ്യമല്ല. ഇവിടെ അള്ളാഹു സൂറത്തു തലാഖ് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിച്ച ശേഷം അള്ളാഹു പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ, വമൻ യത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയുമാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവനൊരു വഴി, പുറത്തേക്കുള്ള വഴി, അല്ലെങ്കിൽ അവനൊരു രക്ഷാമാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. യഥാർത്ഥ വിശ്വാസിയായ ഒരാൾ, അള്ളാഹുവിൽ ശരിക്കും വിശ്വാസമുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹു മാത്രമേ എന്നെ നോക്കാൻ കഴിവുള്ളവനുള്ളൂ, എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പടച്ചവന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അയാളാണ് വിശ്വാസി. എന്തെങ്കിലും ഓതിപ്പടിച്ച ഒരാളല്ല വിശ്വാസി എന്ന് പറയുന്നത്. അള്ളാഹു എനിക്ക് മതി, അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുറത്തേക്കുള്ള വഴി, അഥവാ എങ്ങനെ ജീവിക്കണം, ഏതാണ് നിൻ്റെ മോക്ഷമാർഗം, ഐഹിക പാരത്രിക വിജയത്തിന് മതിയാകുന്ന മാർഗം എന്താണെന്ന് അള്ളാഹു പറഞ്ഞുതരും. എന്ത് ചെയ്താലും അതിലൊരു ബർക്കത്തുണ്ടാവും. ചെറിയ ക്ലാസ്സുകളിൽ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നോക്കണ്ടി, ഒന്നും ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർ നല്ല രീതിയിൽ ജീവിച്ച്
വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ച് അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബക്കാരെ തീറ്റിപ്പോറ്റി നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത ആയത്ത് പറഞ്ഞു യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ അള്ളാഹു റിസ്ക് നൽകും, ഭക്ഷണം നൽകും. എങ്ങനെയാണ് കിട്ടുകയെന്നറിയില്ല ആ രൂപത്തിൽ. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കർഷകനാണെങ്കിൽ അവന് നട്ടിട്ടുള്ള കൃഷി അത് ഇരട്ടിയായിട്ട് അതിൽ നിന്ന് മിച്ചം കിട്ടിയാൽ മതിയല്ലോ. അതല്ലെങ്കിൽ അവന് പിന്നെ എന്തെങ്കിലും കച്ചവടം മറ്റോ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് വലിയ ലാഭം ലഭിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്തെങ്കിലും നിലക്ക് അത് അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അത്രയും വലിയ ഒരു കാര്യം ഇത്ര കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന രൂപത്തിൽ അള്ളാഹു അവനെ ധന്യനാക്കുന്ന അവസ്ഥ ഉണ്ടാവും. പലരും ഗൾഫിലൊക്കെ പോയിട്ട് അതുപോലെ തന്നെ പല ജാതി രോഗങ്ങളൊക്കെ പിന്നെ ഉണ്ടായിട്ട് പോലും അധ്വാനിച്ചിട്ട് മതിയാകുന്നില്ല എന്ന് തീരുമാനിച്ച് വീണ്ടും അധ്വാനിക്കുമ്പോഴും ശുഷ്കമായ കൈയോടുകൂടി തിരിച്ചു വരുന്നത് കാണാം. പക്ഷേ അതേസമയം വളരെ ചെറിയ വരുമാനത്തിന് ജീവിക്കുന്ന ആൾക്കാർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാം. അതായത് വിചാരിക്കാത്ത രൂപത്തിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യരാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് വമൻ യതവക്കൽ അലല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ വഹുവ ഹസ്ബു, അവൻ അള്ളാഹു മതി. അള്ളാഹുവിൽ തവക്കലാക്കുക, എന്നെ പടച്ചോ നോക്കിക്കോളൂ, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരാളെ കുത്തി മലർത്താൻ തീരുമാനിച്ചാൽ പോലും അയാൾ മരിച്ചോളണമെന്നില്ല അള്ളാഹിൻ്റെ വിധി എത്തുന്നവരെ. അതേപോലെ തന്നെ ഒരാൾ കുറേ പ്രാവശ്യം തൂങ്ങിയിട്ട് മരിക്കാത്ത ആൾക്കാരുണ്ട്, അള്ളാഹിൻ്റെ വിധി എത്തിയിട്ടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പടച്ചോൻ എൻ്റെ കാര്യം നോക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിളക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വഹുവ ഹസ്ബു, അവൻ അള്ളാഹു മതി. അള്ളാഹ് എല്ലാ മാർഗത്തിലൂടെയും അയാളെ നോക്കും. ഇന്നല്ലാഹ ബാലിഹു അംരിഹി, അള്ളാഹു അവൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും, ലക്ഷ്യം നിറവേറ്റും. ഖദ് ജഅലല്ലാഹു ലഹു ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, അള്ളാഹു എല്ലാറ്റിനും ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാൻ്റെ കണക്കനുസരിച്ചല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ ഇത് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് പടച്ച തമ്പുരാനെ വിചാരിക്കേണ്ട പ്രകാരം വിചാരിക്കുകയും ആരാധിക്കേണ്ട പ്രകാരം ആരാധിക്കുകയും ഇഷ്ടപ്പെടേണ്ട പ്രകാരം ഇഷ്ടപ്പെടുകയും തവക്കുൽ ചെയ്യേണ്ട പ്രകാരം തവക്കുൽ ചെയ്യുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകത്ത് നഷ്ടം ഉണ്ടാവില്ല. അയാൾക്ക് വിചാരിക്കാത്ത രൂപത്തിലുള്ള ലാഭങ്ങളുണ്ടാവും, വിചാരിക്കാത്ത രൂപത്തിലുള്ള ഉയർച്ചകളുണ്ടാവും. അതേപോലെ തന്നെ അയാൾക്ക് നാളെ എന്താ ചെയ്യുക എന്ന രൂപത്തിലുള്ള ഭയങ്കര ബേജാറും വെപ്രാളും ഉണ്ടാവില്ല. അയാൾക്ക് പുറത്തേക്കുള്ള വഴി എപ്പോഴും തുറന്നിട്ടിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അയാളുടെ കാര്യങ്ങൾ പടച്ച തമ്പുരാൻ അവനൊരു രക്ഷാമാർഗം പടച്ചവൻ ഏത് സമയത്തും കാണിച്ചു തരും. ഞാൻ കുടുങ്ങിയല്ലോ എന്ന രൂപത്തിൽ ഒരു സംഗതി അയാൾക്കുണ്ടാവില്ല, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരിക്കും അയാൾക്കുണ്ടാവുക. അതേസമയം അഥവാ അയാൾക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കുകയും അതുപോലെ തന്നെ അയാൾക്ക് ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ബാക്ക് കൂടുകയും ചെയ്യല്ല.